അപ്പോൾ നേരത്തെ കോൾ നിന്നിട്ട് കട്ടായി പോയതാണ്. അപ്പോൾ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് പെർഫോമൻസ് ആണ്. ഇമ്പ്രൂവ് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാ സിസ്റ്റത്തിനും എന്ത് ചെയ്യണമെന്നില്ല, പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം എന്ത് ചെയ്താൽ മതി, ഓരോ പ്രൊസസ്സറൊക്കെ സ്പീഡുള്ള പ്രൊസസ്സറൊക്കെ ഒന്ന് വെച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അടുത്ത വരുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയം. കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ the computer offers a powerful communication medium. The different user on the network can immediately identify a document that has been refreshed on നെറ്റ്വർക്ക്. അതായത് ഏതെങ്കിലും നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ഫയൽ പെട്ടെന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ നെറ്റ്വർക്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ നോഡും നെറ്റ്വർക്കിലുള്ള ഓരോ നോഡും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ 5 ഇത് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ നോഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതായത് ഒരു നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള പറയണം ഒന്ന്. അപ്പോൾ അതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പോയിന്റ് ടു പോയിന്റ്, അതായത് ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റത്തിനോട്. രണ്ടാമത്തേതാണ് ബസ്, മൂന്നാമത്തെ റിങ്, നാലാമത്തെ സ്റ്റാർ, അഞ്ചാമത്തെ ട്രീ, ആറാമത്തെ മെഷ്, ഏഴാമത്തെ ഹൈബ്രിഡ്. അപ്പോൾ പോയിന്റ് എന്ന് പറയുമ്പോൾ ആ നെറ്റ്വർക്കിൽ രണ്ട് സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ എന്താണ്, ബസ്സാണ്. രണ്ടാമത്തെ ബസ്സാണ് പറയുന്നത്. മൂന്നാമത്തെ റിങ്. അപ്പോൾ ഓരോന്ന് ഓരോ ഷേപ്പിലാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഷേപ്പിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് നെറ്റ്വർക്ക് ടോപ്പോളജി പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞത് പോയിന്റ് ടു പോയിന്റ് ആണ്. അതായത് രണ്ട് സിസ്റ്റം ഉണ്ടാവുള്ളൂ ആ നെറ്റ്വർക്കിൽ. ഒരു സിസ്റ്റം, അതായത് രണ്ട് സിസ്റ്റം തമ്മിലേക്ക് ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ പറയുന്നത് മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി എന്നുള്ള അറേഞ്ച്മെൻറ്റ് ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ട ഇവിടെ 1 2 3 4 5 സിസ്റ്റം ഉണ്ട്. ആ 5 സിസ്റ്റം തമ്മിൽ എന്താണ്, ഇൻ്റർ കണക്ഷൻ ഉണ്ട്. കണ്ട എല്ലാ സിസ്റ്റം തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. ഈ സിസ്റ്റം ആണെങ്കിൽ ഇതിനോടുണ്ട്, ഇതിനായിട്ടുണ്ട്, ഇതിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെഷ് ടോപ്പോളജി എന്നാണ് അതിനുള്ള പറയുന്ന പേര്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബസ്റ്റ് ആണ്. ദ ഫോൾട്ട് ഈസ് ഡയഗ്നോസ്ഡ് ഈസിലി. അതായത് ഏത് സിസ്റ്റത്തിനാണ് എറർ വന്നിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡാറ്റ ഈസ് റിലയബിൾ ബിക്കോസ് ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് എമംഗ് ദ ഡിവൈസസ് ത്രൂ ഡെഡിക്കേറ്റഡ് ചാനൽ ഓർ ലിങ്ക്. അതായത് ഡാറ്റ കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഡിവൈസ് തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. അടുത്ത ഈ ടോപ്പോളജിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ ആർ ഡിഫിക്കൽട്ട്. അതായത് ഇൻസ്റ്റാളേഷനും കോൺഫിഗറേഷൻ, അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതേപോലെ ഓരോ സിസ്റ്റം തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നതും എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഈ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് ചെയ്യണം, ഇൻ്റർ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്ത് പറയുന്നത്, കോൺഫിഗറേഷൻ ഡിഫിക്കൽട്ടാണ്. ദ കോസ്റ്റ് ഓഫ് കേബിൾസ് ഈസ് ഹൈ ആസ് ബൾക്ക് വയറിംഗ് ഈസ് റിക്വയർഡ്, ഹെൻസ് സ്യൂട്ടബിൾ ഫോർ ലെസ് നമ്പർ ഓഫ് ഡിവൈസസ്. അതായത് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് എല്ലാ സിസ്റ്റത്തിനോട് കണക്ട് ചെയ്യുമ്പോൾ എന്നാൽ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യണം, വയർ വേണ്ടി വരും. അതാണ് ബൾക്ക് വയറിംഗ് ഈസ് റിക്വയർഡ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ലെസ് നമ്പർ ഓഫ് ഡിവൈസസ് ആണെങ്കിൽ എന്താണ്, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം കുറച്ച് ഡിവൈസ് ഉള്ളെങ്കിൽ ഇപ്പോൾ ഒരു 15 ഡിവൈസ് ഉണ്ടെങ്കിൽ ആ 15 ഡിവൈസ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ കുറച്ച് നമ്പർ ഓഫ് ഡിവൈസസ് ആണെങ്കിൽ എന്താണ്, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ദ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ഹൈ. മെയിൻ്റനൻസ് ഉള്ള എന്താണ്, മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ, ആ മെയിൻ്റനൻസ് എന്താണ്, കൂടുതലാണെന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി പറഞ്ഞാൽ ഇൻ സ്റ്റാർ ടോപ്പോളജി ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ എ സിംഗിൾ ഹബ് ത്രൂ എ കേബിൾ. അതായത് നമ്മൾ മെഷ് ടോപ്പോളജി എല്ലാ ഡിവൈസും തമ്മിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ട് പറഞ്ഞു. പക്ഷെ എന്താണ്, സ്റ്റാറിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് ഒരു സിംഗിൾ ഹബ്ബിൽ എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. ഒരു ഹബ്ബ് ഉണ്ടാവും, ആ ഹബ്ബിക്കായിരിക്കും എന്ത് ചെയ്യൽ, എല്ലാം കൂടി കണക്ട് ചെയ്യൽ. ദ ഹബ് ഈസ് ദ സെൻട്രൽ നോഡ് ആൻഡ് ഓൾ അതർ നോഡ്സ് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ നോഡ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ നോഡായിരിക്കും. സെൻട്രൽ നോഡിലേക്കായിരിക്കും എന്ത്, ബാക്കിയുള്ള എല്ലാ നോഡും കണക്റ്റഡ് ആവല്. ദ ഹബ്ബ് ക്യാൻ ബി പാസീവ് ഇൻ നാച്ചുർ, നോട്ട് എ ഇൻ്റലിജൻറ്റ് ഹബ്ബ് സച്ച് ആസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഹബ്ബ് ക്യാൻ ബി ഇൻ്റലിജൻറ്റ് ഓൺ ആസ് ആക്റ്റീവ് ഹബ്ബ്. ഹബ്ബ് എന്താവണമെന്നില്ല, കമ്പ്യൂട്ടർ ആവണമെന്ന് നിർബന്ധമല്ല. അതെന്തൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസ് ആയാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ മോഡം കണ്ടിട്ടുണ്ടാവും അല്ലേ, മോഡം എങ്ങനെയാണ്, മോഡത്തേക്ക് എല്ലാം കൂടി കണക്ട് ചെയ്യലാണല്ലേ. അപ്പോൾ അതാണെന്ത് പറഞ്ഞത്, ആക്റ്റീവ് ഹബ്ബ് റിപ്പീറ്റേഴ്സ് ഇൻ ദ
കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്നുള്ളത്. കണ്ടപ്പോൾ ഹബ്ബ് കണ്ട, ഈ ഹബ്ബിക്ക് ആയിരിക്കും എന്ത് എല്ലാ സിസ്റ്റം കണക്ട് ചെയ്യില്ല. അപ്പോൾ മെഷ് എന്തായിരുന്നു, മെഷ് ഓരോ സിസ്റ്റം തമ്മിൽ എന്ത് ചെയ്യും, ഇൻ്റർ കണക്ഷൻ ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഹബ്ബിക്ക് ആയിരിക്കും എന്തെങ്കിലും ഓരോ നോഡ് എന്തെങ്കിലും കണക്ട് ചെയ്യൽ. Advantage of this topology: if n devices are connected to each other in star topology, then the number of cables required to connect them so it easy to set up. എന്തായാലും സെറ്റപ്പ് ചെയ്യാൻ എന്തായിരിക്കും ഈസി ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ n ഡിവൈസ് ഉണ്ടെങ്കിലും n വയർ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഹബ്ബിക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. അപ്പോൾ ഈച്ച് ഡിവൈസ് റിക്വയർസ് ഓൺലി വൺ പോർട്ട് കണക്ട് ദ ഹബ്ബ്, ദെർഫോർ ദ ടോട്ടൽ നമ്പർ ഓഫ് പോർട്ട് റിക്വയർഡ് ഈസ് n. അതായത് ഒരു ഡിവൈസിന് എന്ത് മതി, ഒരു വയർ മതി. നമ്മൾ മെഷിൽ പറഞ്ഞത് വെച്ചാൽ ഓരോ ഡിവൈസും എന്ത് ചെയ്യണം, ഇൻ്റർ കണക്ട് ചെയ്യണം. പക്ഷേ അതെന്താ, ഒരു ഹബ്ബിക്ക് കണക്ട് ചെയ്തിട്ട് അപ്പം ഹബ്ബിലോട്ടാണ് എന്തെങ്കിലും എല്ലാ നോഡും തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യൽ. പ്രോബ്ലം വിത്ത് ദിസ് ടോപ്പോളജി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ കോൺസെൻട്രേറ്റർ ഹബ്ബ് സ്ലോ ആയി കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റം എന്ത് ചെയ്യും, സ്ലോ ആവും. അതാണ് എന്ത് പറയണത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫസ്റ്റ് പറഞ്ഞത്. ദ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഈസ് ഹൈ. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇത് മറ്റൊരു മെയിൻ്റെനൻസ് ആണ് ഹൈ എന്ന് പറഞ്ഞത്. ഇതിലെന്താണ്, ഇൻസ്റ്റാളേഷൻ എന്തായിരിക്കും, ചാർജ് കൂടുതലായിരിക്കും. പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദ സിംഗിൾ കോൺസെൻട്രേറ്റർ. ഹബ്ബ് എങ്ങനെയാണ്, ഹൈ സ്പീഡ് ആണെങ്കിൽ നെറ്റ്വർക്ക് എന്തായിരിക്കും, ഹൈ സ്പീഡായിരിക്കും. ഹബ്ബ് സ്ലോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടോട്ടലി നെറ്റ്വർക്ക് എന്ത് ചെയ്യും, സ്ലോ ആവും. ഇതാണെന്ത് സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞത്. അതായത് ഒരു സെൻറ്റർ പോയിൻ്റ് ഹബ്ബ് ഉണ്ടാവും, ആ ഹബ്ബിലോട്ടായിരിക്കും എന്ത് എല്ലാ നോഡും എന്തെങ്കിലും കണക്റ്റ് ആവില്ല. അടുത്ത ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാക്ക് ബോൺ ഒരു കൊയാക്സിൽ കേബിൾ. കൊയാക്സിൽ കേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതാണ് നമ്മൾ ടി വി ഒക്കെ കണക്ട് ചെയ്യുന്ന വയറില്ല, കോയാക്സിയൽ കേബിൾ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു വയർ ഉദ്ദേശിച്ചിട്ട് അതാണ് ഒരു സെൻറ്ററായിട്ട് എന്തായിരിക്കും, ഒരു കോയാക്സിയൽ കേബിൾ ആയിരിക്കും. അതായത് നമ്മളെ നട്ടൽ പോലെ കോയാക്സിയൽ കേബിൾ മെയിൻ ഉണ്ടാകും. പക്ഷെ ആ കോയാക്സിയൽ കേബിളിലേക്ക് ആയിരിക്കും എന്തെങ്കിലും എല്ലാ നോഡും വന്നിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യൽ. അപ്പോൾ ബസ് ടോപ്പോളജി ഈസ് നെറ്റ്വർക്ക് ടൈപ്പ് ഇൻ വിച്ച് എവറി കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസ് ഇസ് കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ. എല്ലാ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എല്ലാ ഡിവൈസും എന്തായിരിക്കും ഒരു സിംഗിൾ കേബിളിലോട്ടായിരിക്കും എന്തെങ്കിലും കണക്ട് ചെയ്യൽ. ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ഫ്രം one to another in a single direction. No bidirectional feature in bus ടോപ്പോളജി. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിലോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടാവുക, ബൈ ഡയറക്ഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു ടെർമിനേറ്റർ ഉണ്ട്, ഇവിടെ ഒരു ടെർമിനേറ്റർ ഉണ്ട്, സ്റ്റാർട്ടിങ് ഉണ്ട്, ഒരു ടെർമിനേറ്റർ എൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും എന്ത് സിഗ്നൽ പാസ് ചെയ്യൽ, ഇവിടുന്ന് ഇങ്ങോട്ടില്ല. അതാണ് പറഞ്ഞത്, ബൈ ഡയറക്ഷൻ ഇല്ല, സിംഗിൾ ഡയറക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ മൾട്ടി പോയിന്റ് കണക്ഷൻ ആൻഡ് നോൺ റോബസ്റ്റ് ടോപ്പോളജി ബിക്കോസ് ഇഫ് ദ ബാക്ക് ബോൺ ഫെയിൽസ് ദ ടോപ്പോളജി ക്രാഷസ്. അതായത് ഈ ബാക്ക് ബോണായ കോയാക്സിയൽ കേബിളിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റയർലി നെറ്റ്വർക്ക് എന്തായിരിക്കും, ഫെയിലിയർ ആവും. അതാണ് പറഞ്ഞത്, റോബസ്റ്റ് അല്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് n ഡിവൈസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ ബസ് ടോപ്പോളജി വെൻ ദ നമ്പർ ഓഫ് കേബിൾസ് റിക്വയർഡ് ടു കണക്ട് ദം ഈസ് 1 which is known as backbone cable and droplets are required. അതായത് ഒരു ബാക്ക് ബോണായിട്ട് ഒറ്റ വയറ് മതി. അതിലെന്ത് ചെയ്താൽ മതി, ഓരോ സിസ്റ്റത്തിനും എന്തെങ്കിലും ഒരു വയർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മതി. ദ കോസ്റ്റ് ഓഫ് ദ കേബിൾ ഇസ് ലെസ് ആസ് കമ്പയർഡ് ടു അതർ ടോപ്പോളജി ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് സ്മോൾ നെറ്റ്വർക്ക്. അതായത് ബാക്കിയുള്ള ടോപ്പോളജിനനുസരിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ചാർജ് കുറവായിരിക്കും. പക്ഷെ എന്താണ്, ചെറിയ നെറ്റ്വർക്കിന് വേണ്ടി മാത്രമേ എന്ത് യൂസ് ചെയ്യുള്ളൂ, ബസ് യൂസ് ചെയ്യുള്ളൂ. പ്രോബ്ലം വിത്ത് ദിസ് ടോപ്പോളജി, ഇഫ് ദ കോമൺ കേബിൾ ഫെയിൽ ദ വോൾ സിസ്റ്റം വിൽ ക്രാഷ് ഡൗൺ. അതായത് ഇപ്പോൾ ഏതെങ്കിലും അതായത് ബാക്ക് ബോണായ കോയാക്സിയൽ കേബിളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റയർലി എന്തായിരിക്കും, ആ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, ക്രാഷ് ആവും. ഇഫ് ദ നെറ്റ്വർക്ക് ട്രാഫിക് ഇസ് ഹെവി ഇറ്റ് ഇൻക്രീസസ് പൊല്യൂഷൻ ഇൻ നെറ്റ്വർക്ക് ടു അവോയ്ഡ് ദിസ്. അതായത് ഇപ്പോൾ നെറ്റ്വർക്ക് ഇപ്പോൾ എല്ലാ സിസ്റ്റം ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ നെറ്റ്വർക്ക് എന്തായിരിക്കും, ടോട്ടലി ട്രാഫിക് ഹെവി ആകും. കാരണം ഒരു സിംഗിൾ വയർ വെച്ചിട്ട് ഒറ്റ ബാക്ക് ബോൺ വെച്ചിട്ടാണ് എൻ്റെ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റം ഒരുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന സിഗ്നൽസ് എന്തായിരിക്കും, സിഗ്നൽസ് കൂടും. അപ്പോൾ എന്തെങ്കിലും നോർമലി ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ സിസ്റ്റത്തിനും കൊടുക്കുന്ന സിഗ്നൽസിനാണ് പറഞ്ഞത് സിഗ്നൽസ് ആ ബാക്ക് ബോണിലാണ് എന്തെങ്കിലും എത്തൽ.
അപ്പോൾ എന്ത് ചെയ്യും, നോർമലി എന്താവും, ട്രാഫിക് ഹെവി ആവും. സെക്യൂരിറ്റി ഈസ് വെരി ലോ. അതായത് ബാക്കിയുള്ള അനുസരിച്ചിട്ട് എന്താണ്, സെക്യൂരിറ്റി ഭയങ്കര കുറവാണ്. കാരണം ആ ഒറ്റ ബാക്ക് ബോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് സെക്യൂരിറ്റി വളരെ കുറവാണെന്നുള്ളത്. അടുത്തത് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് എന്താണ് റിംഗ് ടോപ്പോളജി ഉണ്ടാവല്. അതായത് ഓരോന്നിനും ഓരോ ടെർമിനേറ്റർ ഉണ്ടാവും. അപ്പോൾ പറയുന്നത് നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ റിംഗ് ടോപ്പോളജി. അപ്പോൾ അടുത്തൊരു റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എന്താണ്, റിംഗ് ഷേപ്പിലേക്ക് എന്ത് ചെയ്യല്, അത് കണക്ട് ചെയ്യല്. അപ്പോൾ ദ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ് ആർ യൂസ്ഡ് റിംഗ് ടോപ്പോളജി വിത്ത് എ ലാർജ് നമ്പർ ഓഫ് നോഡ്സ്, ബിക്കോസ് ഇഫ് someone wants to send some data to the last node in the ring topology with 100 nodes, then the data will have to pass 99 to reach the. അതായത് റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കണ്ട. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നിൽ നിന്നും പെട്ടെന്ന് എന്ത് ചെയ്യുക, അടുത്ത സിസ്റ്റത്തേക്ക് അടുത്ത നെറ്റ്വർക്ക് അടുത്ത നോഡിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് റിംഗ് ടോപ്പോളജി നമ്മൾ യൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നിൽ നിന്നും 100 നോഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ 99ലേക്ക് പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് വണ്ണിലേക്ക് പാസ് ചെയ്ത് അങ്ങനെ പാസ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്. സ്റ്റേഷൻ 1 ഉണ്ടാവും, ഒരു ടെർമിനേറ്റർ ഉണ്ടാവും. ആ ടെർമിനേറ്റർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യല്, കണക്ട് ചെയ്യില്ല. അതായത് ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, സിസ്റ്റം എന്ത് ചെയ്യില്ല, നെറ്റ്വർക്ക് കണക്ട് ചെയ്യില്ല. ആദ്യം ഫസ്റ്റ് നോഡ് ഉണ്ടാവും, ആ നോഡ് ആദ്യം എന്ത് ചെയ്യും, ടെർമിനേറ്റർ കണക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഓരോ ടെർമിനേറ്റർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യല്, അത് കണക്ട് ചെയ്യല്. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പോസിബിലിറ്റി ഓഫ് കൊലീഷൻ ഈസ് മിനിമം ഇൻ ദിസ് ടൈപ്പ് ഓഫ്. അതായത് സിസ്റ്റം ക്രാഷ് ആവാൻ എന്താണ് സാധ്യത വളരെ കുറവാണ്. അതാണ് റിംഗ് ടോപ്പോളജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ എന്താണ്, ചീപ്പ് ടു ഇൻസ്റ്റാൾ ആൻഡ് എക്സ്പാൻഡ്. അതായത് ഇൻസ്റ്റാൾ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും എന്തായിരിക്കും ചീപ്പ്, ബാക്കിയുള്ള എല്ലാത്തിനും അപേക്ഷിച്ചിട്ട് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ട്രബിൾ ഷൂട്ടിംഗ് ഇസ് ഡിഫിക്കൽട്ട് ഇൻ ദിസ് ടോപ്പോളജി. പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിങ്. അതായത് ഏത് സിസ്റ്റമാണ് പ്രശ്നം പറ്റിയത്, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. ദ അഡീഷൻ ഓഫ് സ്റ്റേഷൻസ് ഇൻ ബിറ്റ്വീൻ റിമൂവൽ ക്യാൻ ബി ഡിസ്റ്റർബ് ദ ഓൾ ടോപ്പോളജി. അപ്പോൾ ഒരു സിസ്റ്റം മാറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആഡ് ചെയ്യുകയാണെങ്കിലോ എന്ത് ചെയ്യും, മൊത്തത്തിൽ എന്ത് ചെയ്യും, ആ ടോപ്പോളജിയെ മൊത്തത്തിൽ എന്ത് ചെയ്യും, അതിനെ ബാധിക്കും. സെക്യൂർ കുറവാണ്, സെക്യൂരിറ്റി എന്താണ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് 3 പ്രോബ്ലം ഉള്ളത്. ഒന്ന് ട്രബിൾ ഷൂട്ടിങ് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഒന്നൊരു അഡീഷൻ, ഒരു നോഡ് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നോഡിനെ റിമൂവ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും മൊത്തം എന്ത് ചെയ്യും, നെറ്റ്വർക്കിനെ അത് ബാധിക്കും. പിന്നെ എന്താണ്, സെക്യൂർ കുറവാണ്. അപ്പോൾ ഇതാണ് എന്ത് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹബ്ബ് ഉണ്ടാവും. ആ ഹബിൻ്റെ അത് ട്രീ സ്ട്രക്ചറിലായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്നത് സെൻട്രൽ ഹബ്ബ് ഉണ്ടാവും, അതിൽ സിസ്റ്റം 1 സിസ്റ്റം 2 ഉണ്ട്. പിന്നെ അതിൻ്റെ സബ്ബായിട്ട് 2 ഹബ്ബ് ഉണ്ട്, അതിലെന്തുണ്ട് ഓരോ 3 സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞത്. അതായത് ഹബ്ബ് ഉണ്ടാവും, ആ ഹബ്ബിനെ എന്ത് ചെയ്യും, ഹബ്ബിൽ നിന്നും എന്തുണ്ട് അടുത്ത ബ്രാഞ്ചസ് ആയിട്ട് വേറെ ഹബ്ബുകൾ ഉണ്ടാവും. ആ ഹബ്ബിൽ എന്ത് ചെയ്യും, ഓരോ ഹബ്ബിലും സെപ്പറേറ്റ് നോഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എന്ത് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗ മോർ ഡിവൈസസ് അറ്റാച്ച് ടു സിംഗിൾ സെൻട്രൽ ഹബ്ബ്, ദസ് ഇറ്റ് ഡിക്രീസസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ട്രാവൽ ബൈ സിഗ്നൽ ടു ദ ഡിവൈസ്. അതായത് ഇതിപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു നോഡിൽ നിന്നും വേറെ നോഡിലേക്ക് അയക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹബ്ബിൽ നിന്നും വേറെ ഹബ്ബിലോ, ട്രീ ആയതുകൊണ്ട് ഒരു ഹബ്ബിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വേറെ ഹബ്ബിലോട്ട് നമുക്ക് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡാവും. ഇറ്റ് അലൗസ് എ നെറ്റ്വർക്ക് ടു ഗെറ്റ് ഐസൊലേറ്റ് ആൻഡ് ഓൾസോ പ്രയോറിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹബ്ബിന് നമുക്ക് എന്ത് ചെയ്യും, ഓരോ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഏത് ഹബ്ബിനാണ് കൂടുതൽ സ്പീഡ് വേണ്ടി അങ്ങനെ എന്ത് പ്രയോറിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം വിത്ത് ദിസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ, ഇഫ് ദ സെൻട്രൽ ഹബ്ബ് ഗെറ്റ് ഫെയിൽ ദ എൻ്റയർ സിസ്റ്റം ഫെയിൽ. ഇപ്പോൾ സെൻട്രൽ ഹബ്ബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ സെക്കൻഡറി ഹബ്ബൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഫെയിലിയർ ആവും. പിന്നെ പറഞ്ഞത് ദ കോസ്റ്റ് ഈസ് ഹൈ ബിക്കോസ് ഓഫ് കേബിളിങ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തുണ്ട്, കേബിളിങ് ഒരുപാട് കേബിളിന് ചിലവുണ്ട്. അതുകൊണ്ട് എന്താണ് കോസ്റ്റ് ഹൈ ആവും. കാരണം കേബിളും
നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിലും നമ്മൾ കോയാക്സിൽ കേബിളാണെങ്കിലും എന്തായിരിക്കും അത് എക്സ്പെൻസ് ആയിരിക്കും. എന്തിനെ അപേക്ഷിച്ചിട്ട് വയർലെസ് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താവും എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇത്രയും ടോപ്പോളജിയാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ നോക്കിയ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻ വന്നപ്പോൾ മെഷും റിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഹൈബ്രിഡ് എന്ന് പറയാം. മെഷും ട്രീയും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ ഹൈബ്രിഡ് എന്ന് പറയാം. റിങ്ങും ബസ്സും വന്നു കഴിഞ്ഞാൽ അതിനെ ഹൈബ്രിഡ് എന്ന് പറയും. അങ്ങനെ നമ്മൾ നോക്കിയ ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻസ് ഓഫ് ടോപ്പോളജീസാണ് ഇത് ഹൈബ്രിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് ഇതൊന്നുമില്ല. അതായത് ഏതെങ്കിലും ഒന്നിൽ കൂടുതലുള്ള ടോപ്പോളജീസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് പറയും ഹൈബ്രിഡ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബസ് റിങ്, അല്ലെങ്കിൽ മെഷ് സ്റ്റാർ, റിങ് സ്റ്റാർ, ബസ് റിങ്, അങ്ങനത്തെ ഓരോ ടോപ്പോളജിന് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത് ഹൈബ്രിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയും ക്ലാസ് അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലാസ് എന്ത് ചെയ്യുക നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു.